എങ്കിലും നമ്മൾ ഈ തിരുവോസ്തി അടുത്ത സക്കറാരി സൂക്ഷിക്കുന്നു, അടുത്ത അരയിൽ അരുളിക്കൽ എഴുന്നള്ളിച്ച് വെക്കുന്നു, അതിനുമുമ്പിൽ ആരാധിക്കുന്നു. അങ്ങനെ ഈശോ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാനായിട്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 67ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരി പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആവശ്യകമായ ആഹാരം എന്തൊക്കെയാണ് നമ്മൾ കാണുകയായിരുന്നു. ഒന്നാമതായിട്ട് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആഹാരം അവിടുത്തെ തിരുവചനമാണ്, നമ്മൾ കണ്ടു. ഇനി രണ്ടാമതായി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആഹാരമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവിടുത്തെ തന്നെ തിരുശരീരമാണ്, ജീവന്റെ അപ്പം, ദിവ്യകാരുണ്യം. കഫർനഹൂമിലെ സിനഗോഗിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ യഹൂദര് വന്ന് ഈശോ ചോദിക്കുന്നിടത്ത് നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 6-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തില്, അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ച്, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ, അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാനാണ് ജീവന്റെ അപ്പം, അതെന്റെ ശരീരമാണ്, ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുകയും വേണം. നമുക്കറിയാം ദിവ്യകാരുണ്യമാകുന്ന ഈശോ നൽകുന്ന ഈ അപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ അപ്പം നമ്മൾ ഭക്ഷിക്കണം എന്നുള്ളതാണ്. സാക്ഷാൽ ഭക്ഷണമാണ്. ഈശോ പറയാം, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, ഈ രക്തം സാക്ഷാൽ പാനീയവുമാണ്, നിങ്ങൾ ഭക്ഷിക്കണം. നമുക്കറിയാം കത്തോലിക്ക ആത്മീയതയിൽ ഏറ്റവും ഊഷ്മളമായ തീവ്രമായ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ സ്വന്തമാക്കാറുണ്ട്. ആരാധന ചാപ്പലുകൾ നമുക്ക് നാട് മുഴുവനുമുണ്ട്. നമ്മളൊക്കെ ഭവനങ്ങൾ നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്നുണ്ട്. ദിവ്യസന്നിധിയിൽ നമുക്ക് വളരെ മനോഹരമാണ്. ഈശോയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അപ്പത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം അനേക ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ അവിടുത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അടുത്ത കാലത്ത് വിളക്കന്നൂർ പള്ളിയിലെ അടുത്താരി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ആ ഒരു തിരുവോസ്തി ഉൾപ്പെടെ ഇത് മാത്രം അത്ഭുതകരമായ ദൈവിക സൂചനകളാണ്, ഒപ്പുവെക്കലുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവികാരനുമായിട്ട് ബന്ധപ്പെട്ട്. എങ്കിലും ഈ ദൈവികാരത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴെല്ലാം ഇത് ഭക്ഷിക്കാനുള്ളതാണ് എന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. അത് മറക്കാൻ പാടില്ല. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതായ 4 വിവരണങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങളിൽ അദ്ദേഹത്താഴ് വിവരണത്തിൽ, പിന്നെ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 11 നമ്മൾ വായിക്കുന്നു. അവിടെ എല്ലാം ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടും, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എല്ലാവരും വാങ്ങി ഭക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇപ്രകാരം ചെയ്യണം എന്ന് ഈശോ നിർബന്ധം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു തിരുകർമ്മം അപ്പോൾ വീഞ്ഞും വാഴ്ത്തുക എന്നുള്ളതാണ്. അങ്ങനെ വാഴ്ത്തുമ്പോഴെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാവരും വാങ്ങി ഭക്ഷിക്കണം, പാനം ചെയ്യണം. യോഹന്നാൻ സുവിശേഷകൻ അന്ത്യത്താഴ് വേർതിരിച്ച് കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതിന് പകരം അദ്ദേഹം വളരെ വിശദമായൊരു പ്രതിപാദനമാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ച്, ഈശോയുടെ തിരുശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് നൽകുന്നത്. അപ്പോൾ സൂചിപ്പിച്ചതായ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കഫർനഹൂമിലെ സിനഗോഗിലെ പ്രബോധനം. ആ പ്രബോധനത്തിന്റെ അവസാനത്തെ 9 വാക്യങ്ങൾ നമ്മളൊന്ന് ബൈബിൾ തുറന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. യോഹന്നാൻ 6-ന്റെ 50 ഉൾപ്പെടെ 58 വരെയുള്ള 9 വാക്യങ്ങൾ. ആ 9 വാക്യങ്ങൾ വായിക്കുമ്പം 10 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണുന്ന ഒരു വാക്കുണ്ട്. മലയാളത്തിൽ അത് ഭക്ഷിക്കുക, ഭക്ഷിക്കണം, ഭക്ഷണമാണ്, ഭക്ഷിച്ചാൽ, ഭക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ 10 പ്രാവശ്യം. അതിൽ 1 പ്രാവശ്യം യഹൂദര് തിരിച്ചു ചോദിക്കുമ്പോഴാണ്. അത് പോട്ടെ, ബാക്കി 9 പ്രാവശ്യം ഈശ്വര വായിന്ന് വരികയാണ്. അപ്പോൾ 9 വാക്യങ്ങൾ 9 പ്രാവശ്യം ഈശോ പറയുന്നു ഭക്ഷിക്കണം, ഭക്ഷിക്കണം, ഭക്ഷിക്കണം. എങ്കിലും നമ്മൾ അത് കുർബാന സ്വീകരിക്കും. നമുക്കറിയാം, കുർബാന സംബന്ധിക്കുമ്പോൾ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോഴാണ് കുർബാന പൂർത്തിയാകുന്നത്. നമുക്കറിയാം 1 കൊരിന്തോസ് 10-18, 19 വാക്യങ്ങളിൽ വെളിപ്പെടുന്ന ഭക്ഷിക്കുന്നവർക്കാണ് ഒരു ഭാഗഭാഗിത്വം. എങ്കിലും നമ്മൾ ഈ തിരുവോസ്തി അടുത്ത സക്കറാരി സൂക്ഷിക്കുന്നു, അടുത്ത അരയിൽ അരുളിക്കൽ എഴുന്നള്ളിച്ച് വെക്കുന്നു, അതിനുമുമ്പിൽ ആരാധിക്കുന്നു. അങ്ങനെ ഈശോ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാനായിട്ട്.
നമുക്കറിയാം ചില അകത്തോലിക്ക സഭകളിൽ കുർബാന സൂക്ഷിക്കാറില്ല. നമുക്ക് സൂക്ഷിക്കുന്നത് ഈശോയുടെ മനസ്സിന് വിരുദ്ധമല്ല. അതാണ് ഈശോ ദൈവിക അത്ഭുതങ്ങൾ വഴി നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ഇത് സൂക്ഷിക്കാൻ ഇടവന്നതിൻ്റെ പശ്ചാത്തലം അജപാലനപരമായ ആവശ്യമാണ് നമുക്കറിയാം. ആദ്യ നാളുകളിലെ ബലിയർപ്പണ അവസരങ്ങൾ പലപ്പോഴും ഒരിക്കലായിരിക്കും അപ്പസ്തോലൻ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ബലിയർപ്പിക്കുക എന്ന സിമ്പിളായ രീതിയിൽ. അങ്ങനെ പതിവായിട്ട് ആ ബലിയിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികൾ ചില അവസരത്തിലായ അപ്പസ്തോലൻ വന്നപ്പോൾ അവിടെ വരാൻ പറ്റിയില്ല, അസുഖമായി വീട്ടിൽ കിടപ്പാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന ചെറുപ്പക്കാരായ മക്കളോട് അപ്പനല്ലേ അമ്മ പറഞ്ഞു വിട്ടു, അപ്പസ്തോലനോട് പറ എനിക്കും ഈശോയുടെ തിരുശരീരം ഭക്ഷിക്കാനായിട്ട് അപ്പം കൊണ്ട് തരണം. അപ്പോൾ അപ്പസ്തോലൻ ഒരു കഷ്ണം അപ്പം മുറിച്ച് മാറ്റി വെച്ചു. ആ ബലിയർപ്പണം കഴിഞ്ഞ് അവർ പിരിഞ്ഞപ്പോൾ അതുമായിട്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നീട് മുന്നോട്ട് വന്ന് പല വീട്ടിൽ പോകേണ്ടി വന്നപ്പോൾ ഒരു ദിവസം കൂടെ കൊടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം വന്ന ബലിയർപ്പിച്ച വീട്ടിൽ അത് ഭദ്രമായിട്ട് അലമാരയ്ക്കൊന്ന് പൂട്ടിവെച്ചു. എന്നിട്ട് അടുത്ത ദിവസം അത് കൊടുക്കാനായിട്ട് പോകണം. ഉത്തരവാദപ്പെട്ട വ്യക്തി, ശ്രേഷ്ഠൻ്റെ ഡീക്കൻ അങ്ങനെ കൊണ്ടുപോകുന്ന വരെയുള്ള സമയം ആ വീട്ടിലുള്ളവർ തിരിച്ചറിഞ്ഞു ഈശോയുടെ തിരുശരീരം ഇവിടെയുണ്ട്. അപ്പോൾ അവർ ആ അലമാര അടുത്ത് പോയി ഇങ്ങനെ ഈശോ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഉള്ള അവസരം വന്ന് പിന്നീട് വീണ്ടും വന്നപ്പോൾ അവർ തന്നെ ഒരു പ്രത്യേക അലമാര വേറെ ഉണ്ടാക്കി, പെട്ടി ഉണ്ടാക്കി, ആദരവോടെ പ്രത്യേക സ്ഥലത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി ഈ അപ്പം മിച്ചം ഇങ്ങനെ വെറുത്ത് വെക്കുന്നത് ഇവിടെ വെച്ചാൽ മതി, അപ്പം ഞങ്ങൾക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ കാണിരിക്കാൻ പറ്റും. അങ്ങനെ സക്രാരിയുടെ ആരംഭം വരുന്നത്. പിന്നീട് സക്രാരിക്കകത്തിരിക്കുന്ന ഈശ്വരത്തിൽ അവർ ദിവസങ്ങൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ വിചാരിച്ചൊന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവം അരൂപി മനുഷ്യരെടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ എഴുതിയില്ല, യോഹന്നാൻ 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ ജീവൻ വെളിപ്പെട്ട് ഞങ്ങളത് കണ്ടു, സൂക്ഷിച്ചു, വീക്ഷിച്ചു, കൈകൊണ്ട് സ്പർശിച്ചു, ചെവി കൊണ്ട് കേട്ടു. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളോടുകൂടി ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പം ദൈവത്തെ ഇന്ദ്രിയപരമായിട്ട് അനുഭവിക്കാനുള്ള അവസരം ദൈവം മനുഷ്യാവതാരം നമുക്ക് തന്നു. അത് യോഹന്നാൻ ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പം നമുക്ക് ഈ തിരുവോസ്തി രൂപനായിട്ട് ഈ പെട്ടിക്കകത്തിരിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണാൻ ആദിമ ക്രൈസ്തവ വിശുദ്ധരായ വിശ്വാസികൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർ പ്രായോഗികമായിട്ട് എഴുന്നള്ളിച്ച് വെക്കാൻ ഒരു പീഠമുണ്ടാക്കി, അരുളിക്ക ത്രോണോസ് എന്നൊക്കെ പറഞ്ഞ പഴയ പള്ളികളിൽ സക്രാരിയുടെ മുകളിൽ കതിരുമൊക്കെ ആയിട്ട് ആഘോഷമായിട്ട് വെച്ചിരുന്ന ത്രോണോസ് സിംഹാസനം അവിടെ എഴുന്നള്ളിച്ച് വെക്കുമായിരുന്നു ദൈവികാരുടെ ഈശോയെ. അരുളി ഇരിക്കുന്നിടം അതർത്ഥം. അങ്ങനെ അവിടെ നമ്മൾ ആരാധിക്കുന്നു. അത് വളരെ മനോഹരമാണ്. നമുക്ക് അനുഭവം നമുക്കറിയാം. കാരണം ആ അപ്പത്തിൽ ഈശോ ശരീരം സാന്നിധ്യം തന്നെയാണ്. എങ്കിലും ഈശോ അങ്ങനെ ആരാധിക്കപ്പെടുന്നതിനേക്കാൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ ഭക്ഷിക്കണം. ഭക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഈശോ വ്യക്തമാക്കുന്ന യോഹന്നാൻ 6:56 വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പം നമ്മിലേക്ക് വന്ന് നമ്മിൽ വസിക്കുന്ന അനുഭവം നമുക്ക് നൽകാൻ ശരീരത്തിൽ അവിടുന്ന് പദാർത്ഥപരമായിട്ട് തന്നെ കടന്നു വന്ന് വസിക്കുന്ന അനുഭവം നൽകാൻ, അത് ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും. അതാണ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണേ എന്ന് യഹൂദർ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം എല്ലാ ദിവസവും അന്നു വേണ്ട ഞങ്ങൾക്ക് ആവശ്യകമായ അപ്പം ഇന്ന് തരണമേ, ഓരോ ദിവസവും തരണമേ എന്നുള്ള യാചനയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈശോ ഈ ദിവികാരുണ്യമാകുന്ന അപ്പം അവിടെ കൃത്യമായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അപ്പം കഴിഞ്ഞാൽ ഈ ദീപികാരുണ്യ അപ്പമാണ്. അവിടെ നമ്മൾ എല്ലാ ദിവസവും ദീപികാരുണ്യ ഈശോ സ്വീകരിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം ഭക്ഷിക്കുന്നില്ല എങ്കിൽ അവന് തന്നെ ജീവനില്ല എന്നോട് ഈശോ നമുക്കറിയാം. ആരെങ്കിലും മനുഷ്യപദത്തെ ഭക്ഷിക്കും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ജീവനില്ലാത്തതിന് പറയുന്ന ഒറ്റ വാക്ക് ശാപമെന്നാണ്. ശവം, മരിച്ച മൃതദേഹം. അപ്പം ഭക്ഷണം കഴിക്കാത്ത വ്യക്തി കഴിക്കാതെ നീങ്ങിയ ദിവസം പറഞ്ഞു ഭക്ഷണത്തിൻ്റെ അഭാവം മൂലം പട്ടിണി കിടന്ന് മരിക്കുന്നു. അപ്പം വല്ലപ്പോഴും ഇച്ചിരി ഭക്ഷണം കഴിച്ചാൽ അത്ര ഒന്ന് ജീവശവം പോലെയൊക്കെ ആയിരിക്കും, ജീവൻ കെട്ടുപോവുകയാണ്. അങ്ങനെ അറ്റപ്പറ്റ എന്തെങ്കിലും കഴിച്ചൊക്കെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന അനേക ആളുകൾ ദൗർഭാഗ്യാവസ്ഥ ലോകത്തിലുണ്ട്. അപ്പോൾ ആത്മീയ മേഖലയിൽ വല്ലപ്പോഴും മാത്രം ദീപികാരനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി അല്പ ആഹാരം കഴിച്ച് അല്പ ആയുസ്സുകാരനായിട്ട് ഇങ്ങനെ ജീവശവം പോലെ നീങ്ങുന്ന ആളാണ്. മരിച്ചോ ചോദിച്ചാൽ മരിച്ചില്ല, എന്നാൽ ജീവൻ വെച്ചാൽ അതുമില്ല. അങ്ങനെ അവസരമായി പോകും. വീണ്ടും ഈശോ പറയുകയാണ് യോഹന്നാൻ 6:57 വാക്യത്തിൽ, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും.
ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ഈശോയുടെ ജീവൻ, കരുത്ത് പിതാവ് മൂലമാണെന്ന് ഈശോ വ്യക്തമാക്കാൻ, പിതാവ് മൂലമാണ് ജീവിക്കുന്നത്. നമുക്കറിയാം ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ നിമിഷങ്ങളിൽ പരാതിപ്പെട്ട ഏക കാര്യം എന്താണ്? ഈശ്വര പീഡസഹനത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചെമ്പട്ടി അടിച്ചു, മുൾമുടി ധരിച്ചു, പരിഹസിച്ചു, തുപ്പി, അധിക്ഷേപിച്ചു, കുരിശുമായിട്ട് വലിച്ചരിച്ച് കൊണ്ടുപോയി വീണു, അല്ലെങ്കിൽ ആണി തറച്ചു, കുരിശ തൂക്കി, ഇതെല്ലാം ചെയ്തു. ഇങ്ങനെയുള്ള നിരവധിയായ പിതാവിയുടെ അനുഭവങ്ങൾക്കിടയിൽ ഈശോ പരാതിപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാണ്? പിതാവിന്റെ സാന്നിധ്യം ഇല്ലെന്നായിപ്പോയി എന്ന് തോന്നി. ഏൽ ലമാ ശബ്ദാനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവം ഉപേക്ഷിച്ചു. അപ്പൊ ഈശോ തളർന്നു പോയത് അവിടെയാണ്. ഒരുത്തി പറഞ്ഞാൽ ശരിക്കും ഈശോയ്ക്ക് സഹിക്കാൻ മേലെന്ന് വന്നത്. അപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരാതിപ്പെടേണ്ട ഏതെങ്കിലും കാര്യം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവസാന്നിധ്യം ഇല്ലെന്നായി പോകുമ്പോഴാണ് നമ്മൾ കാറിപ്പോകേണ്ടത്, വിഷമിക്കേണ്ടത്, നിലവിളിച്ച് കെഞ്ചേണ്ടത്. ഒറ്റ കാര്യത്തിന് പേര് മാത്രമേ ഉള്ളൂ, ദൈവസാന്നിധ്യം ഇല്ലെന്നായി പോകുന്നത്. അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല ഈശോയ്ക്ക്. അപ്പം ഈശോ പിതാവ് മൂലമാണ് ജീവിച്ചത്. പിതാവിടെ ഈശോ ഇട്ടിട്ട് പോയതല്ല, ആ ഒരു അനുഭവത്തിൽ ഈശോ കടന്നു പോയെന്നേ ഉള്ളൂ. ഒരു ഫ്ലാറ്റിൽ 2 കുടുംബങ്ങൾ അടുത്തടുത്ത്, ഒരു കുടുംബത്തിൽ കൊച്ചു കിടന്ന് കാറുന്ന് കുറേ നേരമായിട്ട് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ ഇത് കേട്ട് ചിന്തിക്കണം, എന്താ തള്ളെ അവൾ എവിടെ പോയിരിക്കുക കൊച്ചിനെ ഇട്ടച്ചിട്ട്. കുറേ കാലിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്ന് കതക മുട്ടി, ഒരു കൊച്ചു അത് തുറന്നു. അമ്മ എന്തിയ കൊച്ചിനെ കിടന്ന് കാറ് ചോദിച്ചപ്പോൾ ഉണ്ടോ അകത്തെ മുറിയിൽ ആ കതകിനകത്ത് കാണാം അവിടെ കൊച്ചു കട്ടിലേക്ക് കിടന്ന് കാറുന്നു. ഉടനെ ഈ അയലോക്കത്തെ സ്ത്രീ അകത്തോട്ട് കയറി വന്നു. വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ കൊച്ചു പനി പിടിച്ച് പിച്ചും പേയും പഠിച്ച് ഇങ്ങനെ കാറ് കാണും. പിച്ചും പേയും വന്നിട്ട് ബോധമില്ലാത്തവർ കാറുക, അമ്മേ 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 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അമ്മ എവിടെയാ? അമ്മ കുനിഞ്ഞ് ആ കൊച്ചിനെ പൊത്തിപ്പിടിച്ച് തൂത്ത് തുണി നനച്ചൊക്കെ നെറ്റേരിട്ട് ഇങ്ങനെ പനി കുറയ്ക്കാൻ വേണ്ടി മോളെ എന്ന് പറഞ്ഞ് മുത്തിക്കൊണ്ട് നിൽക്കുക. പക്ഷെ കൊച്ചിന് അത് അനുഭവം കിട്ടുന്നില്ല. ആ കൊച്ചു കിടന്ന് കാറ്. ഇതാണ് ഈശോ കുരിശ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് ഉപേക്ഷിച്ചെന്ന് പറയുമ്പം അത് പ്രാർത്ഥന സങ്കീർത്തനം അത് പറയുന്നത് നമുക്കറിയാം. അത് ദൈവം ഉപേക്ഷിച്ചതല്ല, ഈശോ പിതാവ് അടുത്തുണ്ട് ഈശോയുടെ പക്കൽ, ഈശോയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈശോ പരാതിപ്പെട്ട ഏക വിഷയം എന്താണ്? പിതാവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യകാരുണ്യമാകുന്ന അപ്പം നമ്മൾ എന്നും ഭക്ഷിക്കണം, സ്വീകരിക്കണം. അപ്പോൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കരുത്ത് ഈശോയ്ക്ക് പിതാവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഏതൊരു കരുത്തോടെ ജീവൻ നിറവോടെ ജീവിച്ച ഭൂമിയിൽ, അതുപോലെ നമ്മൾ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ഈശോ മൂലം ജീവിക്കും. അപ്പോൾ ദീപികാരുണ്യമാകുന്ന അപ്പം സ്വീകരിക്കുന്നതിൻ്റെ പ്രഥമ കരുത്തെന്ന് പറയുന്ന അപ്പം വായിൽ നാവിൽ സ്വീകരിച്ചു ഇറക്കി, അതിൽ തന്നെ യാന്ത്രികമായിട്ട് ഒത്തിരിയൊക്കെയാണെന്ന് വിചാരിക്കരുത്. അത് കുദാശ ചെയ്യപ്പെട്ട അപ്പമാണ്, ഈശോയുടെ തിരുശരീരമാണ് എങ്കിലും അത് വിശ്വാസവും സ്നേഹവുമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി പ്രകടമാകുന്നത്. അത് അതിൽ തന്നെ മാത്രം പ്രവർത്തിച്ചോളും എന്നും കുർബാന ഇങ്ങനെ ഉൾക്കൊണ്ട് സ്വീകരിച്ചാൽ മാത്രം അതിൽ ചിന്തിച്ചാൽ കിട്ടില്ല. അതൊരു വ്യക്തി അറിഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യത്തെ യാന്ത്രികമായിട്ട് അൾത്താരെ വെച്ച് ആരാധിക്കാനുള്ള ഒരു വസ്തു പോലെ കാണരുത്. അത് ആരാധിച്ചു കൊള്ളുക, അവിടെ ഈശ്വര സാന്നിധ്യമുണ്ട്. പക്ഷെ അതിനു വേണ്ടി അല്ല തമ്പുരാൻ തന്നിരിക്കുന്നത്, ഭക്ഷിക്കാൻ. അത് യാതൊരു ഭക്ഷിക്കാനല്ല. അതുകൊണ്ട് പൗലോസ് 1 കൊരിന്തോസ് 11 പറഞ്ഞ് 27 വരെ വാക്യം വായിച്ചിട്ട് കാണാം, ഒരുക്കമില്ലാതെ ഭക്ഷിച്ചാൽ ഇത് തൻ്റെ തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകും, നിങ്ങൾ പല രോഗികളായിരിക്കുന്നത് മരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അതിൽ തന്നെ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ല, മാജിക്കലല്ല അതിൻ്റെ പ്രവർത്തനം. വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത്. അപ്പം വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഒരുക്കത്തോടെ ഓരോ ദിവസവും നമ്മൾ ദിവ്യകാരുണ്യമാണ് അപ്പം സ്വീകരിക്കുമ്പം ദൈവസാന്നിധ്യം നമ്മൾ വന്നറിയുന്നു. ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് സംരക്ഷണ കരുത്തമായിട്ട് ഭവിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കേണ്ടത് എന്ന് ഈശോ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അന്നു വേണ്ടി ആഹാരം, ഒരു ആവശ്യകമായ ആഹാരം ഇന്ന് തരണേ എന്ന് പറയുമ്പം ഓരോ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്നുള്ള അർത്ഥമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുമ്പം ഓരോ ദിവസവും നമ്മൾ ദിവ്യകാരുണ്യം ഈശോയെ സ്വീകരിക്കണം നിർബന്ധമായിട്ടും എന്ന് ഈശോയോട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.